ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് വേക്കൻസീസിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഫ്രഷർ വേക്കൻസി തന്നെയാണ്. പലതരത്തിലുള്ള പോസ്റ്റുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് സാധിക്കുന്ന പോസ്റ്റ് ഏതാണോ അതിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സൊക്കെ വളരെ സിമ്പിളാണ്. മെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് റെസ്യൂം സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതൊക്കെ വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പല ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് IT ജോബ്സും അതുപോലെ തന്നെ ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഏത് സ്ട്രീം ആണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ടുള്ള പോസ്റ്റുകളും കൂടാതെ നമ്മുടെ BCom അതുപോലെ തന്നെ MBA ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലികളിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുൻപേ തന്നെ ഇത്തരത്തിലുള്ള ജോലികളുടെ വേക്കൻസി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ആദ്യത്തെ പോസ്റ്റ് വന്നിരിക്കുന്നത് കൊച്ചി ഇൻഫോ പാർക്കിൽ ജൂനിയർ പ്രൊജക്ട് മാനേജറുടെ പോസ്റ്റാണ്. ഫുൾ ടൈം ജോബാണ്. പ്രിഫേർഡ് ജെൻഡർ ഫീമെയിൽ ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് 0 to 2 years എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പ്രൊജക്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിലൊക്കെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് അങ്ങനത്തെ നോർമൽ ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടല്ലോ, അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ടൂൾസിൽ ഒരു ബേസിക് നോളേജ് ഉണ്ടായിരിക്കണം. അതായത് Excel, ഔട്ട്ലുക്ക്, MS വേർഡ് അങ്ങനെയൊക്കെ അതിനൊക്കെ കുറിച്ചിട്ട് അറിയണം എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂം വിത്ത് ഫോട്ടോ ഈ കാണുന്ന മെയിൽ IDയിലോട്ട് സബ്ജക്റ്റ് ലൈനിൽ ഈ ഒരു പോസ്റ്റിൻ്റെ പേര് വെച്ചിട്ട് ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഫ്രഷേഴ്സിനുള്ള പോസ്റ്റ് തന്നെയാണ്. അക്കാഡമിക് അസോസിയേറ്റ് എന്നാണ് പോസ്റ്റിൻ്റെ പേര്. ഓപ്പറേഷൻസിൽ വരുന്ന പോസ്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ്. 0 to 1 year എക്സ്പീരിയൻസ് മാത്രമേ വേണ്ടൂ. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇംഗ്ലീഷിൽ ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അറിയണം. അതുപോലെ തന്നെ മൾട്ടി ടാസ്ക് ഒക്കെ ചെയ്യാനായിട്ട് അറിയുന്നവരായിരിക്കണം. പേഷ്യൻസ് ഉണ്ടായിരിക്കണം. കസ്റ്റമേഴ്സായിട്ട് റിലേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ജോലിയാണ്. കസ്റ്റമർ എക്സിക്യൂട്ടീവ് പോലത്തെ, അതായത് അവരുടെ ഡൗട്ട്സോ അങ്ങനത്തെയൊക്കെ ക്ലിയർ ചെയ്യുന്ന തരത്തിലുള്ള ജോലിയാണ്. ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റണം. ചിലപ്പോൾ ഡേ ഷിഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. ഇൻഫോ പാർക്ക് കൊച്ചിൻ phase 1 ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്ന കമ്പനി. അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെയിൽ IDയിലോട്ട് നിങ്ങളുടെ റെസ്യൂം ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് MSc സ്റ്റാറ്റിസ്റ്റിഷ്യൻ എന്നുള്ള പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വേണ്ട റിക്വയർമെൻറ്റ്സ് മറ്റുള്ള കാര്യങ്ങളാണ് ഇവിടെ സൈഡിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പാക്കേജ് എന്ന് പറയുന്നത് 15,000 രൂപയാണ് പാക്കേജ് സാലറി മന്ത്ലി. ഫ്രഷേഴ്സിന് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന മെയിൽ IDയിലോട്ട് നിങ്ങളുടെ റെസ്യൂം സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് പോസ്റ്റ് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലാണ്. 24 ജൂലൈ വരെ അപ്ലൈ ചെയ്യാം. ലോജിസ്റ്റിക് അല്ലെങ്കിൽ വെയർ ഹൗസ് എക്സിക്യൂട്ടീവ് ആൻഡ് അനലിസ്റ്റിൻ്റെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതും ഫ്രഷർ വേക്കൻസി തന്നെയാണ്. എക്സ്പീരിയൻസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യേണ്ട മെയിൽ ID ആണ് ഇവിടെ ഒരു ബ്ലൂ കളറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലോട്ട് നിങ്ങളുടെ റെസ്യൂം സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 1 to 2 years എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ടെന്നാലും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നല്ല നല്ല സർട്ടിഫിക്കേഷനൊക്കെ ചെയ്തവർക്കൊക്കെ മുൻഗണന ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യണതിന് വിരോധമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് നോർമൽ ആയിട്ടുള്ള സ്കിൽസ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. സാധാരണ എല്ലാവരും കൊടുക്കുന്ന പോലത്തെ സ്കില്ലല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണം എന്നുള്ളതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. വേർഡും എക്സലും ഒരു ബേസിക് നോളേജ് ഉണ്ടാവണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ലാസ്റ്റ് പോസ്റ്റും ട്രിവാൻഡ്രം തന്നെയാണ് വന്നിരിക്കുന്നത്. റിയാക്ട് JS ഡെവലപ്പർ ഫ്രഷർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. IT പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. റിയാക്ട് അറിഞ്ഞിരിക്കണം, അവർക്ക് Node.js അറിഞ്ഞിരിക്കണം, അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്ലൈ ചെയ്യേണ്ട മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങൾക്ക് ജൂൺ 30 മുൻപായിട്ട് റെസ്യൂം സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജോബ് ടൈറ്റിൽ റിയാക്ട് JS ഡെവലപ്പറാണ്. ഫ്രഷർ വേക്കൻസിയാണ്. ഫ്രഷർ അല്ലെങ്കിൽ അതിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജോയിനേഴ്സിനെയാണ് ഇവർ നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് ജാവാ സ്ക്രിപ്റ്റ്, റിയാക്ട് JS, HTML, CSS ഇതൊക്കെ
അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ടൂൾസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അറിയണം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് ഇതിലേത് ജോബാണോ അതിലോട്ട് അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ജോലിയുടെ വേക്കൻസി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.